സാർ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്ത് പറ്റി മാഡം? സാർ, നാളെ തൊട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എന്തിനു വേണ്ടി ചെയ്യാണെന്നൊന്നും ആരും എന്നോട് ചോദിക്കാൻ പാടില്ല. ഐ വിൽ ബി ടേക്കിംഗ് മൈ ഓൺ ഡിസിഷൻസ്. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ ഫേസ് ചെയ്തോളാം. അതില്ല. എന്തിനാ മാഡം നിങ്ങൾ ഇത്രയും എക്സൈറ്റ് ആവുന്നത്? എന്ത് പറ്റി? കൂൾ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. സാർ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. അയ്യോ, നിങ്ങൾ കാരണം ഈ സ്കൂളിലേക്ക് നല്ലത് നടക്കുവാണെങ്കിൽ എന്റെ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും. ഓൾവേസ് ഐ വിത്ത് യു മാഡം. നിങ്ങൾക്ക് എന്തിനാ ഇത്രയും സംശയം? അത്രയും കേട്ടാ മതി എനിക്ക്. പ്രീതം, രാജു, പ്രശാന്ത്, പമ്യ, ബബ്ലി, ഇപ്പൊ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ പോയില്ലേ? അവിടെ വീണ്ടും പോയിട്ട് ആ കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഓക്കെ? അവരിങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ലെങ്കിൽ പിടിച്ച് വലിച്ചിട്ടായാലും ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ? നല്ലപോലെ എക്സാം എഴുതി പാസ് ആയിക്കോണം. ഇപ്രാവശ്യം ആരെങ്കിലും ഫെയിൽ ആയ ചങ്കത്ത് ചവിട്ടി ഞാൻ ചോര കുടിച്ചേക്കും. മനസ്സിലായോ? എന്നാ നല്ലപോലെ എഴുതണം കേട്ടോ. സാർ എനിക്ക് പേപ്പർ തരി സാർ. നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഒരു അനക്കമൊക്കെ തരണ്ടടാ. ഏയ്, മര്യാദക്ക് ഇപ്രാവശ്യം എഴുതി പാസ്സായിക്കോ. 10 വർഷം ഈ ക്ലാസ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. എടാ കിളവനാടാ നീ, മനസ്സിലായില്ലേ? എടാ കൊച്ചിറക്കനല്ലേ നീ, കിളവനാടാ കിളവൻ. എടാ പുറകിലോട്ട് തിരിഞ്ഞു നോക്കടാ, തിരിഞ്ഞു നോക്ക്. ഇതുപോലെ 2 മോൾ ഇരിക്കടാ നിനക്ക്. ഇപ്പൊ മോനെ, നീ പെട്ടെന്ന് പാസ്സാവുന്ന നിനക്ക് നല്ലത്. ആദ്യം മര്യാദക്ക് പഠിപ്പിക്കും സാർ. ഇങ്ങനെ തന്നെ സംസാരിച്ചോട്ടോ മൂക്കി വരലിട്ട് കാത് കഴിഞ്ഞെടുക്കും. മനസ്സിലായി? എഴുതടാ പീക്കിരി. നിങ്ങൾ ട്രാൻസ്ഫർ ആയാലും ഞാൻ പാസ്സാവും. സംസാരത്തിന് ഒരു കുറവും ഇല്ല, ഒരു ലക്ഷണവും ഇല്ല. എന്താടാ? നീ എന്തായാലും ഇത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോവല്ലേ? എനിക്കൊരു സഹായം ചെയ്യാവോ? എന്താ പറ? എന്റെ പേപ്പർ നീ എടുത്തോ, നിന്റെ പേപ്പർ എനിക്കതാ. ഇല്ല, പ്ലീസ് താടി. എന്നടാ അത്? ഒന്നുമില്ല സാറേ, കുമാരനാശൻ ഏത് നാട്ടിലാ ജനിച്ചെന്ന് ചോദിച്ചായിരുന്നു. അത് നമ്മുടെ നാട്ടില് ജനിച്ചെന്ന് ഇവള് പറയുന്നത്. ഞാനല്ലെന്ന് പറഞ്ഞു. മിണ്ടാണ്ട് മര്യാദക്ക് എഴുതടാ അവിടെ ഇരുന്ന്. അത് തന്നെയാ സാറേ ചെയ്യുന്നേ. ഇവിടെ സംസാരത്തിന് ഒരു കുറവില്ല. കാണിക്കടാ. ചപ്പാത്തി കാണിച്ചടാ. ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് എന്നെ ഒന്നും അറിയില്ല. ആരെങ്കിലും ഒന്ന് കാണിക്കടാ. ഞാനെങ്ങാനും ഫെയിലായ എന്റെ അച്ഛൻ എന്നെ അടിച്ച് ശരിയാക്കും. അതേ ശ്രുതി, ബബ്ലിയെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. എന്താ കാര്യം? ഒന്ന് പോടാ കുള്ളച്ചെറുക്ക. എക്സാം എങ്ങനെ എഴുതിയിട്ടുണ്ട്? എന്ത് എഴുതാനാടാ, ഒരു കമ്പിപ്പാരി ഒരു വടിയും വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഞാൻ പാസ്സായില്ലെങ്കിൽ ഇതിൽ ഏത് കൊണ്ടാ ഞാൻ മരിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചൊന്നും എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ നാളെ സ്കൂളിൽ പോവോ? നാളത്തെ കാര്യം നാളെ നോക്കാടാ, വിടറാ. ചെല്ല്, നാളെ നിനക്ക് വേണ്ടി സ്കൂളിൽ മാസ്റ്റർ കാത്തിരിക്കുന്നുണ്ടാവും. നീ എഴുതി വെച്ച 2 വെച്ചോണ്ടേ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ചെല്ല്. ബിരാദർ സർ, പറയൂ മാഡം. അടുത്ത ആഴ്ചയല്ലേ സ്പോർട്സ് മീറ്റ്? കുട്ടികളുടെ ലിസ്റ്റ് റെഡിയായോ? ഇഷ്ടല്ലേ മാഡം? അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കേക്കാം. അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ കപ്പ് നമുക്ക് തന്നെയാണോ സാർ? കപ്പ് മാത്രമല്ല, ഒരു പ്ലേറ്റും കൂടെ കിട്ടും. പ്ലേറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ സാർ? ചായ കുടിക്കാനും പ്ലേറ്റ് പിച്ച എടുക്കാനും. മാഡത്തിന് ലിസ്റ്റ് അല്ലേ വേണ്ടത്? വരൂ മാഡം, നമുക്ക് ഇപ്പൊ തന്നെ പോയി ലിസ്റ്റ് എടുത്തോണ്ട് വരാം. വാ മാഡം, വാ. പൗന്യ, വാടാ ഇങ്ങോട്ട്. എടാ എന്താടാ ഇതൊക്കെ? എടാ, മര്യാദ ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ച വാ കുത്തിപ്പൊട്ടിക്കും ഞാൻ. പോടാ, പോയി സ്പോർട്സ് പിള്ളേരെ വിളിച്ചോണ്ട് വാ. മാഡം, മുന്ന, ശക്തി, രുചി ഇവരൊക്കെ എങ്ങനത്തെ പിള്ളേരെ ഞാൻ കാണിച്ചു തരാം. വാ മാഡം. സ്പോർട്സ് കളിക്കുന്ന എല്ലാരും വാ, സാറ് വിളിക്കുന്നുണ്ട്. വാ, ഇങ്ങോട്ട് വാ എല്ലാരും. സ്പോർട്സിൽ ആരൊക്കെ ഉണ്ടോ എല്ലാരും മുന്നോട്ട് വാ. മാഡം, ഈവൻ റണ്ണർ, ഇവൾ ദ ജമ്പർ. മാഡം, ഇവര് സ്പോർട്സിലുണ്ടെന്ന് മാത്രമല്ലേ മാഡത്തിന് അറിയുള്ളൂ. ഇവരുടെ ശരിക്കുള്ള ഫേസ് എന്താ ഞാൻ കാണിച്ചു തരാം. മാഡം ഇങ്ങോട്ട് നോക്കടാ. ഉസൈൻ ബോൾട്ടിനേക്കാൾ സ്പീഡായിട്ട് ഓടണോടാ. ഓടാ, ഓടിക്കോ, ഓടേ, ഓടാ. അതാ ഓടിപ്പോയി. ഓടാൻ പറഞ്ഞപ്പോ ഉരുണ്ട് വീണു. ഇവള് നല്ല പോലെ ഇടയ്ക്ക് റിവേഴ്സിൽ ഓടും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സിൽ പോണം. മാഡം, ഞാനൊരു വേറെ ടാലന്റ് കാണിച്ചു തരാം. എന്തിയാ ടാലന്റ്? ഇവളില്ലേ മാഡം, സ്പോർട്സിന് പിന്നോട്ടും ഭക്ഷണത്തിൽ മുന്നോട്ടുവാ. ഞാൻ ഓടട്ടെ സാർ? എടാ, ബാസ്കറ്റ് ബോളിന്റെ സൈസ് പോലെ ഇരുന്നിട്ട് ഓങ്ങി ഒരു അടി അടിച്ചാൽ നീ ബൗൺസ് ആയി പുറകിടും. മാഡം, ഇതാണ് നമ്മുടെ സ്പോർട്സ് ടീം. ഇവിടെ നമ്മൾ 2 പേരും ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒന്നും വർക്കാവാൻ പോകുന്നില്ല മാഡം. കാരണം ഇവിടെ സ്പോർട്സ് ടീച്ചർ ഇല്ല. ഇവിടെ എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ പോയാ ആരും റെസ്പോണ്ട് ചെയ്യില്ല. എന്തിനാ പ്രശ്നം എന്ന് പറഞ്ഞ് ഞാനും അങ്ങോട്ട് വിട്ടു. എങ്കിലും മനസ്സെന്ന് പറഞ്ഞുണ്ടല്ലോ മാഡം,
അതൊരിക്കലും അനുസരിക്കില്ല. ലാസ്റ്റ് ടൈം ഒരു ചെറുക്കന് 3rd പ്ലേസ് ആണ് കിട്ടിയത്. അതിൽ STMCയുടെ തലവൻ ഉള്ളിലുള്ള പോളിറ്റിക്സ് വെച്ച് കളിച്ചിരുന്നു. ഇതിനകത്ത് തന്നെ കുറെ പോളിറ്റിക്സ് ഉണ്ട് മാഡം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതേ ടീം വെച്ച് തന്നെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതേ കുട്ടികളെ വെച്ച് തന്നെ കളിക്കണം. അതിന് നിങ്ങൾ തന്നെ ആവണം കോച്ച്. എല്ലാവരുടെ ഉള്ളിൽ ഒരു നല്ല സ്പിരിറ്റ് ഉണ്ടാവും. അത് ഒന്ന് വെളിയിലേക്ക് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. മുത്താണേലും പവിഴമാണേലും അത് വെള്ളത്തിന്റെ അടിയിൽ നിന്നല്ലേ കിട്ടുന്നത്. അത് തേടിയെടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. പക്ഷേ ഹെഡ് മാസ്റ്റർ ഈ കാര്യത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കണം മാഡം. അക്കാര്യം എനിക്ക് വിട്ടേക്ക്. പക്ഷേ സ്പോർട്സിൽ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി പോലും നമുക്കില്ലേ? ഒരാളുണ്ട് മാഡം, നല്ല ഹുസൈൻ ബോൾട്ടിനെ പോലെ കിടന്നോടും. ആരാ അത്? അവന്റെ പേര് ജംഗ്ലി. ആ, അവനെ എല്ലാരും ജംഗ്ലി മൃഗം എന്നാ വിളിക്കുന്നത്. അവൻ 2-3 മാസമായിട്ട് സ്കൂളിലോട്ട് വന്നിട്ടില്ല. അവന്റെ വീട് എവിടെയാ? ഇതാണ് അവന്റെ വീട്. എടാ ജംഗ്ലി, മോനെ ജംഗ്ലി. അശോക, അശോക. എന്താടാ? ഇവരാണ് മാഡം, മിസ് നന്ദിനി. നമസ്കാരം. അശോക, നിന്റെ അനിയനെ വിളിച്ചോണ്ട് പോകാനായിട്ടാണ് മാഡം വന്നേക്കുന്നത് കേട്ടോ. മാഡം, ഓൾറെഡി എന്റെ കാലിന് പ്രശ്നമുണ്ട്. ഇവനെ സ്കൂളിലേക്ക് പറഞ്ഞാ വീട് നോക്കാൻ ആരും ഇല്ലാണ്ടാവും മാഡം. നിങ്ങൾക്ക് കാലില്ലെന്ന് വിചാരിച്ച് അവന്റെ കാര്യങ്ങളെ നിങ്ങൾ കെട്ടിയിടരുത്. ഒരു പ്രാവശ്യം അവനെ ട്രാക്കിൽ വിട്ടു നോക്കൂ. ചീറ്റ പുലിയെ പോലെയാണ് അവൻ ഓടുന്നത്. സ്പോർട്സിൽ അവന് നല്ല ഫ്യൂച്ചർ ഉണ്ട്. ദയവ് ചെയ്തത് നശിപ്പിക്കരുത്. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവനെ പറഞ്ഞേക്കാം മാഡം. നന്ദിയുണ്ടോ?